ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് MP, ഇപ്പോൾ ഇവിടെ BJP അധികാരത്തിലിരിക്കുന്നു. കുറേ കാലമായി കോൺഗ്രസ് അധികാരത്തിലില്ല, കേരളത്തിലില്ല, കേന്ദ്രത്തിലില്ല. അപ്പോൾ നേരത്തെ സഭാ നേതൃത്വങ്ങൾ കൃത്യമായി ബന്ധം സ്ഥാപിച്ചിരുന്നത് കോൺഗ്രസുമായിട്ടാണ്, UDF-ഉമായിട്ടായിരുന്നു. അതിൽ KM മാണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാൻ അപ്പോൾ ഇടപെടുന്ന രീതിയിൽ അവരുടെ ഒരു പ്രവർത്തനം, അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഐക്യം, സാഹോദര്യം, അതൊക്കെ കൃത്യമായി നടന്നു പോയിരുന്നു. ഒരിടയ്ക്ക് അതിൽ ഒരു വിടവ് സംഭവിച്ചു. ആ വിടവിലേക്ക് BJP കൃത്യമായി എത്തുന്നു. BJPക്ക് അധികാരമുണ്ട്. അധികാര സ്ഥാനത്തുള്ളവരുമായി ബന്ധം എന്നുള്ളത് സഭയുടെ എല്ലാ കാലത്തെയും രീതിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിൽ BJP-യാണ് കാലങ്ങളായി. അവരെ പിണക്കാൻ പറ്റില്ല എന്ന പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക്, പ്രായോഗിക നിലപാടിലേക്ക് സഭ പോയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പോലും വെള്ളം ചേർക്കുന്ന ഒരു ദുർഗതി, അതല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരവസ്ഥയിലേക്ക് സഭ പോയി എന്ന് കരുതാമോ? അങ്ങ് തുറന്നു പറയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് അങ്ങ്. എത്രത്തോളം ഇപ്പോൾ സഭയുമായി കൃത്യമായി ഇക്കാര്യത്തിൽ സംവദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? സഭയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു ഐക്യത്തോടുകൂടിയ തീരുമാനമില്ലല്ലോ. ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഈ സഭയുടെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ കാത്തലിക് ചർച്ച്, ഇപ്പോൾ ക്രൈസ്തവ സമൂഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ പല പല സഭാ വിഭാഗങ്ങളുണ്ട്. അതിൽ ഞാൻ കാത്തലിക് ചർച്ച് എന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ്. സീറോ മലബാർ സഭയിലെ അംഗമാണ്. കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ 3 വിഭാഗങ്ങളുണ്ട്. ലാറ്റിനുണ്ട്, മലങ്കരയുണ്ട്, സീറോ മലബാർ വിഭാഗമുണ്ട്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോ എടുക്കുന്ന ഒരു സമീപനമല്ല സഭ എടുക്കുന്നത്. സഭ പറയുന്നത് എന്താണ്? നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ വരുന്ന നേതൃത്വത്തെ അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളെ, ഗവൺമെൻറ്റുകളെ ഞങ്ങളതിനെ ബഹുമാനത്തോടു കൂടി തന്നെ കാണുന്നു. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ നയങ്ങളുടെ പരിപാടികളുടെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരന്തരമായി അവരുമായി ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ഒരു നിരന്തരമായ എതിർപ്പ് എന്നൊരു സമീപനമല്ല. പരിപാടികളുടെ കാര്യത്തിൽ, നയങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എതിർക്കും. അതൊക്കെ അല്ല അത് രാഷ്ട്രീയം എന്ന് വെച്ചാൽ അതൊക്കെ ഒരു ചുമ്മാ ഒരു വൈകാരികമായ ഒരു പ്രകടനം എന്നുള്ളൂ. ആ പ്രകടനത്തോട് ആരെങ്കിലും അംഗീകരിച്ചോ? ഇപ്പോൾ അഭിമന്യ പാമ്പ്ലാനി പിതാവ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഒരു പൊതുയോഗത്തിൽ, സാധാരണഗതിയിൽ പിതാക്കന്മാർ അങ്ങനെയൊന്നും പറയാത്തതാണ്. ഇപ്പം ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നുണ്ടെന്ന് അവരൊരിക്കലും പറയാറില്ല. അതേ ഒരു സാധാരണ രീതിയിലൊരു കമൻറ്റ് നടത്തി. ഒരു വൈകാരികമായി ഇപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ, കാർഷിക പ്രശ്നങ്ങൾ, ഇപ്പോൾ വന്യമൃഗ ആക്രമണം, റബ്ബറിൻ്റെ വില തകർച്ച, കർഷകരും കാർഷിക മേഖലയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസത്തിൻ്റെ പേരിൽ ഒരു വൈകാരികമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു അല്പം ഒരു ലൈറ്റായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് വെച്ചാൽ എല്ലാ ക്രൈസ്തവരും അല്ലെങ്കിൽ കത്തോലിക്കരായിട്ടുള്ള എല്ലാവരും പോയി BJPക്ക് വോട്ട് ചെയ്യും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. ഇവിടെ സഭ എടുക്കുന്ന ഒരു നിലപാട്, ഞാൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. സഭ എടുക്കുന്ന നിലപാടെന്ന് വെച്ചാൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അധികാരത്തിൽ കൊണ്ടു, അത് ആരുമായിക്കൊള്ളട്ടെ, അതിപ്പോൾ BJP ആവട്ടെ, ഇടതുപക്ഷമാകട്ടെ, വലതുപക്ഷമാകട്ടെ, ആരുമായാലും അവരെ ഒരു റെസ്പെക്ട് ചെയ്യണം എന്നുള്ളൊരു സമീപനം, അടിസ്ഥാനപരമായ സമീപനമുണ്ട്. പക്ഷേ എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങൾ അത് തെറ്റ് എന്ന് സഭയ്ക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങളതിനെതിരെ അഭിപ്രായം പ്രകടിപ്പിക്കും. അതിപ്പോൾ എന്താ പറയുക, വലിയ അക്രമമോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളുടെയും നടത്തുന്നത് വളരെ സമാധാനപരമായി ഞങ്ങളതിനെ എതിർക്കേണ്ടതിനെ ഞങ്ങൾ എതിർത്തിരിക്കും. ഇതാണ് ഞങ്ങൾക്കിതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ വിഭാഗങ്ങളും, ഇതിപ്പോൾ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീകളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് കത്തോലിക്കർ മാത്രമല്ലോ പ്രതിഷേധിച്ചത്, എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളിലും പെട്ടവർ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. എന്തുകൊണ്ട്? ഈ സിസ്റ്റേഴ്സിന്റെ ഭാഗത്ത് ഇവരിന്ന് ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റുണ്ടായിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ നിയമം ലംഘിച്ചാൽ, ഇപ്പൊ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. സിസ്റ്റേഴ്സ് ആണെങ്കിലും വൈദികരാണെങ്കിലും ആരാണെങ്കിലും നിയമം ലംഘിച്ചാൽ ആ നിയമം അനുസരിച്ചുള്ള നടപടി എടുക്കുന്ന തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇവര് ഈ പറയുന്ന ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്ര എന്താ പറയുക ഉറച്ച അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വികാര പ്രകടനം ഉണ്ടായത്. അവർ നിരപരാധികളാണ്. അവരെ വെറുതെ നമ്മുടെ ഈ രാജ്യത്ത്, ഇന്ത്യ പോലൊരു രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത്, മനുഷ്യാവകാശങ്ങൾ മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ട വൈദികർ, മണിപ്പൂരിൽ തകർക്കപ്പെട്ട പള്ളികൾ, കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. 98 മുതലുള്ള കണക്കുകൾ കൃത്യമായി അച്ഛനും അറിയാം, സഭയ്ക്കും അറിയാം. 98 മുതലുള്ള സാഹചര്യം മാറിയത് എങ്ങനെയാ, അതിന്റെ കണക്കും അറിയാം. അവരൊക്കെ തന്നെയും നിരപരാധികളാണ്. ഇപ്പോഴും ആക്രമിക്കപ്പെടുന്നവർ നിരപരാധികളാണ്. ഈ പറയുന്ന 2 കന്യാസ്ത്രീകൾ, സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി, ഈ പേരുകൾ പറയുന്നത് പോലെ മറ്റു പേരുകൾ നമുക്ക് ഓർമ്മയില്ലായിരിക്കാം. പക്ഷേ ഇഷ്ടം പോലെയുണ്ട്, കണക്കുകൾ വലുതാണ്. അതെ,
ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അത് ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷമാണ് തൃശ്ശൂരിൽ നിന്നും ഒരു MP-യെ, ഒരു കേന്ദ്ര സഹമന്ത്രിയെ കൊടുത്തത്. മറക്കരുത്. അത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള പ്രതികരണം അത് അതെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുമല്ലോ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു അടിസ്ഥാന സമീപനം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോ ഏതെങ്കിലും ഒരു ബജ്രംഗ് ദൾ എതിർത്തു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഭാഗം എതിർത്തു എന്നുള്ളതിന്റെ പേരിൽ ഈ രാജ്യത്തെ ഹൈന്ദവ വിഭാഗം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം മുഴുവൻ പേർക്കും എതിരാണ് എന്നൊരു കാഴ്ചപ്പാട് സഭയ്ക്കുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ വ്യക്തിപരമായി എനിക്കുമില്ല. ഇത്ര ടോളറന്റ് ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തെ ലോകത്ത് മറ്റൊരിടത്തും ഒരുപക്ഷെ കാണാൻ കഴിയില്ല. പക്ഷേ ഇന്നിപ്പോ അതിന്റെ ആ സ്വഭാവം മാറ്റാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള സംഘടനകൾ നടത്തുന്നു. അതിനെ നമ്മൾ എതിർക്കണം. ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ്. ഇത്ര മഹത്തായിട്ടുള്ള രാജ്യം വേറെ ഏതാണ് നമുക്ക് പറയാൻ കഴിയുക? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ അഭിപ്രായങ്ങളും ഫ്രാൻസിസ് ജോർജ്, അത് നമുക്ക് അറിയാത്ത കാര്യമല്ല. അതാണ് ശ്രീ ആന്റണി വടക്കേക്കര കാര്യമല്ല. പക്ഷേ ഇത് തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. അല്ല, കൂട്ടിക്കുഴയ്ക്കുന്ന ആരാണ്? അവരാണ് കൂട്ടിക്കുഴയ്ക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.